ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നല്ലൊരു ചൂര തലക്കറിയും കപ്പ പുഴുങ്ങിയതും ചോറും ഒക്കെ ചേർത്തിട്ട് ഗംഭീര ഒരു ഊണ് കഴിക്കാൻ പോവാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും ഒരു കിടിലൻ ഫുഡ് സ്പോട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന്. എന്നാൽ ഇന്ന് പോകുന്നത് എൻ്റെ സ്വന്തം ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്. അമ്മയും ചേച്ചിയും ചേർന്ന് നല്ല അടിപൊളി ചൂര തലക്കറിയും കപ്പയും റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരെ എൻ്റെ ഷോപ്പിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, ഇന്ന് ഈവനിങ് നല്ലൊരു വടംവലിയും കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു തകർപ്പൻ ഡേ നമുക്കൊന്ന് കണ്ടാലോ. ഇൻട്രോയിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കേട്ടല്ലോ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അമ്മയുടെ അടുത്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യില്ലെന്നും പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. പെട്ടെന്ന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ അമ്മ എല്ലാം കൂടി കുക്ക് ചെയ്ത് വയ്ക്കും. നമുക്ക് ഇന്ന് കണ്ടന്റ് എടുക്കാൻ പറ്റില്ല ഗൈസ്. ഒട്ടും വൈകാതെ തന്നെ വീട്ടിലെത്തിയിട്ട് കാണാം. കുക്ക് ചെയ്യാൻ പോകുന്ന തലകൾ ക്ലീൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തല വൃത്തിയാക്കി കുറച്ച് ഓയിൽ, ഈ വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അടുത്ത സവാള ഇടുകയാണ്. മുളക്, കുറച്ച് തക്കാളി കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ ഒരു സാധനം മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഈ ചൂടായിട്ടിരിക്കുന്ന ഉള്ളിയും ഈ മസാലയും ഇതൊന്നും എടുത്തിട്ട് മിക്സിയിലോട്ട് ഡയറക്റ്റായിട്ട് ഇടരുത്. ഇത് തണുത്തിട്ട് മാത്രമേ അരയ്ക്കാവൂ, ഇല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിത്തെറിയും. അതെല്ലാം കൂടി മിക്സിയിൽ അടിച്ച് കുഴമ്പ് പോലെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എന്നിട്ട് കുറച്ച് മുളക്, കറിവേപ്പില നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് അതിലോട്ട് എന്താ ഒഴിക്കുന്ന? പുളിവെള്ളം. ഓക്കെ, അരപ്പ് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി തല ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അടച്ചങ്ങ് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ തലക്കറി ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ച് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. എനിക്ക് ഇനി കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം, ബൈ ഗൈസ്. അങ്ങനെ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പയുടെ ഒപ്പം കഴിക്കാം. ഓക്കെ, എടുത്തോ. നല്ല വെന്ത കപ്പയും പൊളി തലക്കറിയും ഒന്ന് പൊളിക്കും. കഴിച്ചപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നല്ല വെന്ത കപ്പ, പൊളി പൊളി. എടുക്കുക. തല നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് മീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. മീറ്റ് മാത്രമായിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ്. പിന്നെ ഈ കപ്പ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കപ്പയും ചോറും ഈ ഒരു എല്ലാ തോരനും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പിടിക്കാം ഗൈസ്. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇനി വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഉറക്കം ഉറങ്ങിയിട്ട് കാണാം. ഗൈസ്, നൈറ്റ് പിള്ളേരുമായിട്ട് ചുമ്മാ വടംവലി കാണാനായിട്ട് ഇറങ്ങിയാണ്. ഇവിടെ തുടങ്ങുമ്പോൾ ലേറ്റാവും എന്നൊക്കെ പറയുന്ന, കുറച്ചേരം നിന്നിട്ട് നോക്കിയിട്ട് പോവാന്നാ. വാറോ
ഇപ്പോൾ കൂടുതൽ മത്സരം ബ്ലാക്ക് ഡ്രാഗൺസ് വലിയ കളികളുമായി മത്സരം സീരകളിൽ പടരുന്ന തരംഗത്തിന്റെ ത്യാഗത്തിൽ ബ്ലാക്ക് ഡ്രാഗൺ സമ്മാനിച്ചിട്ടുള്ള ഉല്ലാസന്ന സൂപ്പർ കോച്ചിന്റെ നിർദ്ദേശത്തിൽ കളിക്കണമെന്ന് ഭാരതത്തിന്റെ കളി പോവാം. അടുത്ത വർഷം തയ്യാറാണ് ആവേശ പോരാട്ടം കൊണ്ട് ആരംഭിച്ചിരിക്കുക എത്തിച്ചേരുമോ നമ്മള് വടംവലി കണ്ട് മതിയാക്കി. ഇനി ഇത് തീരുമ്പോ വെളുക്കും. എനിക്ക് ഉറക്കം വരണം, പിള്ളേർക്ക് ഉറക്കം വരണം. ചായ വല്ല കുടിക്കാം. ചായ വേണ്ടേ? ഇത് മതിയോ? നിനക്കും ചായ വേണ്ടേ? അത് ഈ രണ്ട് സാധനങ്ങളും വരണില്ല. രാത്രി 12 മണിയായി. രണ്ടെണ്ണം ഇവിടെ തേരാപ്പാല നടക്കുന്നത്. ഇവർക്കിനി ബൈക്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്ന്. അതൊക്കെ എന്തടി 3 ട്രിപ്പും കഴിഞ്ഞ് ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഇവിടെ എങ്ങോട്ട് പോവാം? വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം. എടി വീട്ടിൽ പോവാടി, മണി 12 കഴിഞ്ഞ്. അവിടെ വീട്ടിൽ തിരക്കും. വീട്ടിൽ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എവിടെ പോകാനാണ്? എല്ലാവരും രാത്രിയായി. ഇനി എവിടെ സ്ഥലമില്ല പോകാനൊന്നും. ഇതെന്തൊരു പാമ്പാ? ഇതിനകത്തിട്ട് വെച്ചോ വെച്ചോ. അവള് വെക്കാം, അവള് വെക്കും. അവള് വെക്കും. വീട്ടിൽ തരുമ്പോ ചെല്ലുമ്പോ തരാം. ഗോലി സടൻ എടുത്തിട്ടുണ്ട്. ഓ അതാ ഇതില് ഗോലിയുണ്ട്. പയ്യ പയ്യ വാ പോവാം. ഇനി പോവാം. ഓ അങ്ങനെ എന്നിട്ട് എടുക്കാം. എടി ഗോലി തെരച്ചൊന്നും വരൂല. അയ്യോ കുറച്ച് കുറച്ച് കുടി കുടിയടി. ആ മതി. പോവാം പോവാം പോവാം. കേറ്. ഇപ്പൊ തുറക്കും. ഒന്നുകൂടെ അടിക്കുക. പാതിരാത്രി കറങ്ങാൻ പോയിട്ട്. ആ തുറന്നു. എന്തു വന്നു ഇവിടെ? ഈ പാതിരാത്രി തന്നെ ചോക്ലേറ്റ് കഴിക്കണോ? 2 പല്ല് കഴിക്കാണ്ട് കിടന്ന. ആ കഴിച്ചിട്ട് പെട്ടെന്ന് പോയി പല്ലും തേച്ച് പോയി കിടന്നുറങ്ങാം കേട്ടോ. കേട്ടോ കൂട്ടർക്ക് ഉറങ്ങി. കൂട്ടർക്ക് ഉറങ്ങി. കൂട്ടറി എൻ്റെ കൈ മുറിഞ്ഞടി. ട്രിപ്പിന് പോയി മുറിഞ്ഞത്. നിന്റെ എന്താ?
അവൾ സൈക്കിൾ ഓടിച്ചോണ്ടിരുന്നപ്പോ ഇവൾ ഫ്രണ്ട് ഇരിക്കയത്. കണ്ടില്ല എന്തോ സൈക്കിൾ ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവള് ഫ്രണ്ട് ഇരിക്കയത്. അവളറിയാതെ അറിയാതെ അടി പറഞ്ഞ നീ അറിഞ്ഞില്ലേ? ശരിക്കും അറിഞ്ഞില്ലേ? ഞാൻ അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത്. നീ അവളെ നുള്ളിന്നല്ലേടി ഞാൻ അറിഞ്ഞ. നീയല്ലേ നുള്ളിയാ? എന്നെ നോക്കാം. ഓടി ഓടി കൊണ്ടണി. പോയി കിടന്നുറങ്ങ. അയ്യോ സോറി. പോയി കിടന്നുറങ്ങിക്കോ. നാളെ നിന്റെ മുടി ഞാൻ മുട്ടയടിക്കും. ആ ഗോലി ഞാൻ തന്നോളാം. നീ അവിടെ കൊണ്ട് വെച്ചോ. തെഞ്ഞടി ആരോ മുടി കിട്ടിയാലോ? മുട്ട അടിച്ചാലോ? നിന്റെ സമ്മതം ആർക്ക് വേണം? നീ ഉറങ്ങുമ്പോ ഞാൻ മുട്ട അടിക്കാം.